ഗൈസിലേക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഫ്രീ ഫയർ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇപ്രാവശ്യം നമ്മൾ ഫ്രീ ഫയറിനും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ്കും കാര്യലും റോക്കറ്റ് പോണ പോലെയാണ് ഗൈസ് വിട്ട് പോയതെന്നും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മറിമായാണെന്നറിയില്ല. എൻ്റെ പ്ലേയിങ് ഇമ്പ്രൂവ് ആയതാണോ ഒന്നും അറിയില്ല. ഇപ്പം നിങ്ങൾ മാപ്പ് നോക്കിയാലും അറിയാം. ഇപ്പം ഞാൻ ഡയമണ്ട് 5 ആണ് ഗൈസ്. മുമ്പ് നമ്മൾ ഡയമണ്ട് 2 തന്നെ നിന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ എന്തോരം വിളിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഏത് വാഴ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനടിച്ചിടണം. എവിടെയാടാ അവൻ? എത്തുന്നു കാണാനില്ല. അല്ല പിന്നെ അവൻ ബൈസം വെച്ച് നമ്മളെ കുത്തിപ്പിടിക്കാൻ വന്നേക്കണം. നമ്മളെത്ര വലിയ കുത്തിപ്പിടിയുടെ രാജാവാന്ന് അവനറിയാം ഗൈസ്. നമ്മൾ പെട്ടെന്ന് ഹീലിംഗ് കയ്യിലൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഹീലിംഗ് സംഭവം ഇല്ല. നമ്മുടെ കയ്യിൽ കയറോസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിലും അവന്മാരെ അടിച്ച് വെട്ടിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ബുള്ളറ്റിലെടുത്ത് റെഡിയായി. സ്റ്റോപ്പിൽ പോയി നോക്കിയാൽ വേറെ ഒന്നുമില്ലല്ലോ. സ്റ്റോപ്പിൽ പോയി നോക്കിയാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഒരുത്തനെ സ്പെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വന്നിട്ടുള്ള സ്വർണ്ണമാല പണി എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം ഗൈസ്. അവനവിടെ ഇല്ല. നമുക്ക് നൈസിന് പോയി കയറാം. ഇവിടെ ആ വഴി അവൻ വിട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ അവനെ അടിച്ചങ്ങ് ഉറക്കി കെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളേതാ രാജാവ്. ഇന്നേറ്റ് വെച്ച് കുത്തിപ്പിടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ടും കയ്യിലും നമുക്ക് അടിക്കാനും കയ്യിലൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഓൾറെഡി ഒരുത്തൻ്റെ ലൂട്ട് എടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരുത്തനും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇതിനകത്ത് ഏതെങ്കിലും ലൂട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ അടിച്ച് കൊല്ലണം. അപ്പം 3 ആൾക്കാരെങ്കിലും നമ്മൾ സ്പെക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. ഞാൻ 3 എടുത്താൽ നല്ലപോലെ ഗൈസ്. അപ്പോൾ വേറൊരാളാരും അത് എൻ്റെ ടീമേറ്റ് വല്ലതും ഇല്ല. ഇവിടെ എനിമീസ് വല്ലതും ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം ഗൈസ്. എനിമീസ് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു നമ്മൾ. ഇത് അവിടെ ഒരുത്തൻ വെഹിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം മുകളിലോട്ടേക്കായിരിക്കും ഗൈസ് സാധ്യത. വിടാൻ സാധ്യത കൂടുതൽ അവൻ അങ്ങോട്ടേക്ക് വിടാനായിരിക്കും. അപ്പം നമ്മൾ നേരെ പോവാം. ലോഞ്ചർ തന്നെ കയ്യിലിരിക്കുന്നുണ്ട്. എപ്പോൾ ആണെങ്കിലും എടുത്തിട്ടൊക്കെ പൊട്ടിക്കാൻ ഗൈസ്. ഇപ്പം തന്നെ 19 ആൾക്കാരായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബൂഹ കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. നല്ല സാധ്യത കാണുന്നുണ്ട്. ആവശ്യത്തിന് ബുള്ളറ്റൊക്കെ കളക്ട് ചെയ്ത് വെക്കണം, എന്തായാലും നല്ലതാണ്. പിന്നെ ബുള്ളറ്റിൻ്റെ ആ സംഭവം ഉണ്ട്, അതുകൊണ്ട് നമുക്കെല്ലാം സൂപ്പറായിട്ടും കിഴക്കാച്ചി വരും. പെട്ടെന്ന് എടുക്കാവുന്നതാണ് ഗൈസ്. നമ്മളുടെ എനിമി ഉണ്ടായിരുന്നു ഗൈസ്. വെക്കണം. അവിടെ ഏത് ഒരുത്തനുണ്ടെന്നാണ് ഗൈസ് കാണിച്ചത്. അപ്പോൾ ആ വീടിൻ്റെ ആ എയർ ഡ്രോപ്പുള്ള അവിടെയാണ്. അതൊന്ന് ഒളിച്ചിരിക്കേണ്ടി വരും ഗൈസ്. ക്യാമ്പിങ് ചെയ്യേണ്ടി വരും. അവിടെ നിന്നായിരുന്നു ഗൈസ് അടി കണ്ടത്. എനിമീസ് ഓപ്പൺ പ്ലേസ് വരില്ലേ, നമുക്ക് അവനെ അടിച്ച് വീഴ്ത്താം. മുമ്പ് എനിമീസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ അല്ല പിന്നെ ഗൈസ്
നമ്മൾ വെറുതെ വിടുവോ? നമ്മൾ പെട്ടെന്ന് അടിച്ചിടുവാണ് ഗൈസ്. വെടിച്ചിട്ടൊക്കെ നല്ല ആവശ്യമാണ്. പിന്നെ അല്ല ഗൈസ്, നമ്മൾ കിടുക്കാച്ചായിട്ട് അവനെ അടിച്ചു വീഴ്ത്തി. അവൻ്റെ കയ്യിൽ ഗ്രോസ എക്സ് ആണ്. നമ്മൾ ഏക്കെ മാറ്റിട്ട് നേരെ ഗ്രോസ എക്സ് എടുത്തു. പോടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി ഈ സംഭവമൊക്കെ നമ്മൾ ശരി ഗൈസ്, നമ്മൾ കണ്ടില്ല. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ആവശ്യത്തിന് പ്ലസും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.